നമസ്കാരം പ്രിയപ്പെട്ട ജനീഷ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുന്നത് വരെ അല്ലെങ്കിൽ ഈ ഹോളിനകത്തേക്ക് കയറുന്നത് വരെ ഈ നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനും നിങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് ജിസ് ജോയ് ആസിഫ് അലി കോമ്പിനേഷനിൽ നടക്കുന്ന എന്തോ മാജിക്കിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതൊരു വലിയ ടെൻഷനും വലിയൊരു റെസ്പോൺസിബിലിറ്റിയും ആയി മാറി. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഫീൽ ഗുഡ് സിനിമകളുടെ രാജകുമാരനായിരുന്ന ജിസ് ജോയ് നോട്ട് എനി മോർ അല്ല. തലവനോട് കൂടി അദ്ദേഹം ഗിയർ മാറ്റി പിടിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എഗെയിൻ ഇതിലേക്ക് വരുമ്പോൾ തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ മറ്റൊരു സിനിമയാണ് എത്തുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഇവിടെ കാണുന്ന എല്ലാ പേരുകളും എല്ലാവരുടെയും കൂടെ ഇതിനു മുന്നേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്തായാലും താങ്ക് യു. ഞാൻ പറയാനുള്ളതെല്ലാം ജിസ് പറഞ്ഞു കഴിഞ്ഞു. ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുകയാണ്. അതിന്റെ ഒരു ഫസ്റ്റ് ഡേ ടെൻഷൻ, ഒരു ഫസ്റ്റ് ഡേ ഫിയർ ഉണ്ട് എനിക്ക്. അത് സംസാരിക്കാനും ഒരു മടിയും പേടിയും ഉണ്ട്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇത് വലിയൊരു ഇവന്റ് ആണ്. പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു. ഇത്രയും വലിയ ഒരു കിക്ക് സ്റ്റാർട്ട് സിനിമയ്ക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഈ ഒരു മൊമെന്റിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ആസിഫിക്ക. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ, എൻ ഫ്രണ്ട് പോലെ യാര് മച്ച എന്ന പാട്ടൊക്കെ ഇട്ട് BGM ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കണം ആ ഒരു മാജിക് സ്ക്രീനിൽ ഒന്നുകൂടെ കാണാനായിട്ടല്ലേ. എങ്ങനെയുണ്ട്? ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ്, ആ ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത്. സോ 7th ഫിലിം, ഹൗ യു ഫീലിംഗ് അബൌട്ട് ദാറ്റ്? പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാകുമോ സെറ്റില്? പുതിയത് തന്നെയാണ്, ഡെഫിനറ്റ്ലി പുതിയത് തന്നെയാണ്. കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും അത് തന്നെയാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇപ്പം ഫീൽ ഗുഡ് എന്ന ആളുകൾ എടുത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു സൺഡേ ഹോളിഡേ ഒരു വലിയ ഹിറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ക്രിമിനൽ മൈൻഡൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ജിസ് ജോയ്. അപ്പോൾ അത് വളരെ നന്നായിട്ട് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കളർ സ്കീമും ഇവിടെ കാണിച്ച AI പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല എന്നുള്ളത്. പിന്നെ പേഴ്സണലി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. എൻ്റെ എന്ത് മണ്ടത്തരം ഞാൻ ചെയ്താലും ആദ്യം അഭിപ്രായം ചോദിക്കുന്നതും എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും എന്ന് വാശി പിടിക്കുന്നതും എൻ്റെ സുഹൃത്താണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതിന്റെ കൂടെ ആസിഫിക്ക പോകാൻ ധൃതി വെക്കാന്ന് തോന്നുന്നു. പക്ഷെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ ഒരു വൈറൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ ദാ കട്ടി മീശയായിട്ടൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മീശ വിരിക്കുന്ന ഒരു വീഡിയോ, ആ ഒരു മൊമെന്റിലേക്ക് ഒന്നുകൂടെ ഇങ്ങനെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇപ്പോ ദാ ഇത്രയും പേര് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഹാളിൽ, ഇത്രയും മീഡിയയുടെ ഫ്രണ്ടില് ലൈവ് ആ മീശ എല്ലാരും റെഡിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഞാനിത് സിനിമയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ച മീശയാണ്. സിനിമയെ പിരിച്ച പോരെ. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെല്ലാവരും ഏറ്റെടുക്കട്ടെ. അപ്പൊ തിയേറ്ററിൽ കണ്ട് നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്യാം. അതിന് കൂടുതൽ രോമാഞ്ചം നമുക്ക് നൽകുന്നതിനായിട്ട് ഇപ്പൊ നമ്മൾ കേട്ട ട്രാക്ക് കൂടെ നമ്മൾ പ്ലേ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഫീലില് അസലായിട്ടൊന്ന് മീശ പിരിച്ച് നമ്മളെ ഒന്ന് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് ആസിഫിക്കിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ഏട്ടാ മൈക്ക് മാറ്റിട്ട് മീശ പിരിക്കാനല്ലേ. ഒരു വട്ടം കൂടെ 10 ചെയ്യിപ്പിക്കണം നമുക്കുണ്ട്. എന്നാലും ഫസ്റ്റ് യെസ് എല്ലാവർക്കും കിട്ടിയല്ലേ. താങ്ക് യു സോ മച്ച് ആസിഫിക്ക. എപ്പോഴും സ്റ്റേജിൽ വരുമ്പോൾ ഇതുപോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൊമെന്റ് ഗിഫ്റ്റ് ചെയ്തിട്ടാണ് എപ്പോഴും പോവുക. അത് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ബീങ് ദ ബോയ് നെക്സ്റ്റ് ഡോർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. താങ്ക് യു സോ മച്ച്. ഏറ്റവും സന്തോഷം ഫാമിലിയുടെ കൂടെയാണ് ഈ ഒരു മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ആൾ സ്റ്റേജിലേക്ക് വരുന്നതിന് മുന്നേ മോനെ നോക്കി എന്തോ എക്സ്പ്രഷൻ കിടുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്താ കൺവേ ചെയ്തേ? മോനോട് എന്താ പറഞ്ഞേ? അല്ല, ഡാഡേനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ മോനോ ആരെയാണ് വിളിക്കുന്നതെന്ന്? ഇല്ലേ? സന്തോഷമായോ? ഒന്നും പറയുന്നില്ല അല്ലേ? താങ്ക് യു സോ മച്ച് ആസിഫിക്ക. റിക്വസ്റ്റിംഗ് യു ടു കൈൻഡ്ലി സെറ്റിൽ ഡൗൺ. അപ്പൊ ഏറ്റവും മാസായിട്ടുള്ള മൊമെന്റ് കണ്ട് ആ ഒരു എനർജിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്.
സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ഏറ്റവും കാത്തിരുന്ന ആസിഫിക്കയുടെ വാക്കുകൾ ആദ്യമേ തന്നെ നമ്മൾ കേട്ടിരിക്കുകയാണ്. ആ ഒരു എനർജി ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് തന്നെ, ആ ഒരു മൊമെന്റത്തോട് കൂടി തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സസിലേക്ക് കടക്കാം. സോ നൗ ഐ തിങ്ക് ദ മൊമെന്റ് ഡു വി ഹാവ് പ്രൊഡ്യൂസർ ഷംസു സർ? യെസ്, ഓക്കെ. നേരത്തെ ധാത്രി എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിന്റെ ഓണറാണ് അദ്ദേഹം. ഒരു മാജിക് പോലെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും ഞങ്ങൾ പരിചയപ്പെട്ടതും ഒരു യാത്രയുണ്ടായതും. യാദൃശ്ചികമായി കഥയെക്കുറിച്ച് അദ്ദേഹം കേൾക്കുകയും അന്ന് രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ ഒത്തിരി ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ടൊന്നും നന്ദി പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ടാമത്തെ സിനിമ സൺഡേ ഹോളിഡേ ഞാൻ സമർപ്പിച്ചിരിക്കുന്നതും ഡോക്ടർക്കാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പീറ്റ് അടിച്ച് ഏഴാമത്തെ സിനിമയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിൽ 6 സിനിമയിലും 6 സിനിമയിലും നായകൻ ആസിഫ് അലിയാണ്. ഒരു സിനിമ മാത്രം മറ്റൊരാൾ. എങ്കിലും ആ സിനിമയിൽ ആസിഫ് ഉണ്ടായിരുന്നു. ആസിഫിന് പ്രത്യേകിച്ച് ഒരു സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, എൻ്റെ കുടുംബം തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് എൻ്റെ വൈഫ് കഴിഞ്ഞാൽ എനിക്കൊരു നോട്ടം കൊണ്ട് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ശ്രീ ആസിഫ് അലിയാണ്. ആസിഫ്, സമ, അതു, ഹൈക്കുട്ടി എല്ലാവരും ഉണ്ട്. ഒരുപാട് സന്തോഷം. മിനിസ്റ്റർ ഇങ്ങോട്ട് എത്തും. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. മിനിസ്റ്റർ OJ ജനീഷാണ് വരുന്നത്. സ്പോർട്സ് മിനിസ്റ്ററാണ്, നമുക്കറിയാം. അതുപോലെ അനൂപ് സാർ, TA നവാസ്, അവരുണ്ട്. അതേപോലെ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം US പോയവനിടെയായി. US ചെന്ന് ഒരു 20 ദിവസം എനിക്ക് അവിടെ താമസിക്കണം. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന ഒരു യോയോ പയ്യൻ. ഈ യോയോ പയ്യൻ ഭയങ്കര ഈ ടെസ്ലയുടെ ഏറ്റവും വില കൂടിയ ഒരു കാറുമായിട്ടാണ് വന്നത്. ഈ കാറ് പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോൾ കാർ തനിയെ അടുത്തേക്ക് വരുന്നു, കയറുന്നു, തനിയെ ഓടിച്ചുകൊണ്ട് പോകുന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഭയങ്കര ന്യൂജൻ കാറ്, ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പൊ ഈ ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉള്ള ന്യൂജൻ കാറിൽ യോയോ പയ്യനോട് ഒരു പാട്ട് പ്ലേ ചെയ്യാവോ, നമുക്ക് 2 മണിക്കൂർ യാത്രയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇട്ട പാട്ട് യാരോ ഇവൻ യാരോ സ്വന്തം യാർത്താനിവനോ, മെയ്യഴകൻ സ്വന്തം ഗോവിന്ദ് വസന്ത. അപ്പോൾ ആ പാട്ട് കേട്ടു. 20 ദിവസവും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വേറെ ആൾക്കാരുടെ കാറിൽ കയറുമ്പോഴും സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോകുമ്പോഴൊക്കെ ഇത് ലൂപ്പിലാവാൻ തുടങ്ങി. ഈ പാട്ട് ഞാൻ പോലും അറിയാതെ രാത്രി കിടക്കുമ്പോഴൊക്കെ കമൽഹാസൻ സാറിന്റെ സ്വരത്തിലും കൂടിയാണ് കേൾക്കുന്നത്. അപ്പോ ഈ പാട്ടിന്റെ പല്ലവി എന്റെ മനസ്സിലും ഞാൻ പാടാൻ തുടങ്ങി. യാറോ ഇവൻ യാറോ, യാരടാ ഇവൻ, നാട്ടിലെത്തി അടുത്തൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ വെച്ചേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഗോവിന്ദിനോട് ഗോവയിൽ വെച്ച് പറഞ്ഞു. ഗോവിന്ദ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ ഗോവയിൽ സർക്കിട്ടിന്റെ ഒരു കാര്യത്തിന് പോയപ്പോൾ, അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ ഗോവിന്ദ് കമ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഗോവിന്ദ് ഒരുപാട് ഗോവിന്ദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗോവിന്ദിന്റെ കുഞ്ഞെന്റെ അടുത്ത് ബൈ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ബൈ പറയരുത്, അങ്കിള് വലതുകാലം വെച്ച് കയറിയിട്ടേ ഉള്ളൂ, സി യു എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ് ഒത്തിരി സന്തോഷം. ഗോവിന്ദിന് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന 850 ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരു കോണ്ടന്റ് കൊടുത്താൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ക്വാളിറ്റിയിൽ തരുന്ന വേറൊരു മ്യൂസീഷ്യന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഗോവിന്ദ്. സത്യമാണ്.